ഗ്രാജുവേഷൻ കഴിഞ്ഞാൽ ഒരു ജോലി, അതാണോ നിങ്ങളുടെ നെക്സ്റ്റ് സ്റ്റെപ്പ്? അക്കൗണ്ടിംഗ്, ബാങ്കിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് മേഖലകളിൽ ഒരു നല്ല ജോലി നേടാം ഫിൻബ്രൂവിനൊപ്പം. ലവ് മാരേജിലും അറേഞ്ച് മാരേജിന്റെയും 3 ഗുണങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. ലവ് മാരേജിന്റെ ഏറ്റവും നല്ല ലവ് ആയിട്ടില്ലേ നമ്മള് മണ്ടത്തരം ചെയ്യാൻ ഇറങ്ങണത്. ഇത്രയും ഉത്തരം വേറെ ആർക്ക് തരാൻ പറ്റും ചേച്ചി? വേറെ ആർക്ക് തരാൻ പറ്റും? കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൂര് വാഴണ പെണ്ണാള്, കൊടുവാളെടുത്ത് ചുടുതാരിക ചോരയിൽ നീരാട്. പാർവതിക്ക് എങ്ങനെയാണ് നിങ്ങളുടെ കല്യാണം നടന്നത്? സത്യം പറഞ്ഞാൽ ലവ് മാരേജ് ആണോ അറേഞ്ച്ഡ് മാരേജ് ആണോ ഒന്നും എല്ലാം അവ്യക്തമാണ്. ഓക്കെ, അപ്പൊ തുടങ്ങാം. അപ്പൊ അത്രയും ഭയങ്കര ഒരു ഫ്രണ്ട്ലി ചാറ്റിലായിരുന്നു. ഞാനിങ്ങനെ കല്യാണത്തിനൊക്കെ എന്നെ വിളിക്കണേന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ബാലുവേട്ടനോട്. അപ്പൊ അന്നേ എനിക്ക് പറഞ്ഞ പോലെ ഒരു ആർട്ടിസ്റ്റിനെയോ ഒരു പാട്ടുകാരിയോ ഞാൻ കല്യാണം കഴിക്കാൻ എനിക്ക് ഒരു താല്പര്യവുമില്ല എന്നുള്ള ചക്ക കെത്തിക്കൊണ്ട് നിൽക്കുന്ന സമയം. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തത്? അല്ല, 2 കാര്യമുണ്ട്. ഒന്ന്, ഈ പറഞ്ഞ പോലെ എനിക്ക് താല്പര്യമില്ല. ചേട്ടന്റെ കല്യാണം കഴിയുമ്പോൾ ഞാൻ പറയാം, എന്നെയും കല്യാണം ഇങ്ങനെ വീട്ടിൽ നോക്കുന്നുണ്ട്, അതുകൊണ്ടത്തേക്കും എന്നെ വിളിക്കണം, ഞാൻ വന്ന് സദ്യ കൊണ്ടിട്ടൊക്കെ പോകും എന്നെല്ലാം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ തള്ളു സോഫ്റ്റ് സ്പോക്കൺ ഇതെല്ലാം ഞാൻ അന്നത്തെ കാര്യം പറയുന്നത്. ദൈവത്തെ ഓർത്ത് പ്രസന്റ് ചോദിക്കരുത് എന്റെ അടുത്ത്. ഞാൻ ഒരു ചാനലിന് വേണ്ടിയിട്ട് ഒരു ഷോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതുപോലെ വിനീതേട്ടനെ ഞാൻ കണ്ടു. ഇങ്ങനെ റാൻഡമായിട്ട് ഞാൻ ചോദിച്ചു, ചേട്ടൻ എന്താണ് പുതിയ വിശേഷം? പിന്നെ ഞാൻ ഇതുപോലെ ചേട്ടനോട് ഞാൻ പറഞ്ഞു, ചേട്ടാ എനിക്ക് എപ്പോഴെങ്കിലും ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അടുത്ത ദിവസം വിനീതേട്ടൻ എനിക്ക് ടെക്സ്റ്റ് ചെയ്തു, പാർവതി വർഷങ്ങൾക്ക് ശേഷത്തിൽ ഇതുപോലെ ഒരു ചെറിയൊരു സാധനമുണ്ട്, ചിലപ്പോൾ അത് വർക്കാവും, അത് ഭാഗ്യമായിട്ട് വർക്കാവും എന്ന് പറഞ്ഞു. ചേട്ടൻ അവിടെ വന്നിട്ടങ്ങ് തകർത്ത് വാരി. അതായത് വിനീതേട്ടൻ പാർവതിയിൽ മുകളിൽ കൊടുക്കാൻ നിവിൻ ചേട്ടന് പറ്റിയിട്ടുണ്ടായിരുന്നു. എന്റെ പൊന്നും എന്നെ നോക്കി പറയുന്നതാണോ കരിങ്കാളി? ഒന്ന് പഠിക്കേ. കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൂര് വാഴണ പെണ്ണാള്, കൊടുവാളെടുത്ത് ചുടുതാരിക ചോരയിൽ നീരാട്. എന്നെ ഇഷ്ടമായില്ലേ? നിന്നെ ഇഷ്ടമായില്ലേ? ഞങ്ങള് വിശന്ന കരിങ്കാളി. അങ്ങനെ നമ്മുടെ അച്ചൂട്ടൻ നമ്മൾ സ്പെഷ്യൽ ചെയർ കൊടുത്തിട്ട് അവിടെ ഇരുത്തിയിരിക്കുകയാണ്. ചെയർ മാത്രമല്ല ഒരു മൈക്കും. ഇനി മിണ്ടൂല എന്ന് പറയാൻ പാടില്ല. ഓക്കെ, മിണ്ടു എന്ന് പറഞ്ഞേ. മിണ്ടു എനിക്ക് ഒരു കാര്യം, ഒരു ആഗ്രഹമുള്ളത്, പാർവതിയുടെ വളരെ അടുത്തൊരു സുഹൃത്താണ്, മെൻറ്ററാണ്, അല്ലെങ്കിൽ ഒരുപാട് സിസ്റ്ററാണ് നവ്യ ചേച്ചി. നവ്യ ചേച്ചിയായിട്ട് ഭയങ്കര ബോണ്ടാണ് നിങ്ങൾ തമ്മിൽ. സോ നവ്യ ചേച്ചിയെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും? ചേച്ചി ഷൂട്ടിലോ ക്ലാസ്സിലോ വല്ലോ ആണോന്ന് അറിയത്തില്ല, നോക്കട്ടെ. എന്നിട്ട് പറയേണ്ട കാര്യം, ഒരു ചോദ്യം ചോദിക്കണം. ലവ് മാരേജിന്റെയും അറേഞ്ച്ഡ് മാരേജിന്റെയും 3 ഗുണങ്ങൾ ഇതാണ്. ചെറിയ ഓൺലൈൻ ഇല്ല. എന്നാൽ ഓക്കെ, ഇതിന് ഉപദേശം തരാൻ പറ്റിയ വേറൊരു മെമ്പർ? വേറെ കുറച്ച് പേരുണ്ട്. ശ്വേത ചേച്ചി ഉണ്ട്. ശ്വേത ചേച്ചി എനിക്കറിയില്ല ഷൂട്ടിലാണോ, നമ്മളെല്ലാം പെട്ടെന്ന് വിളിക്കുകയല്ല, അപ്പൊ അവരൊക്കെ അവൈലബിൾ ആണോ അല്ലേ എന്നറിയത്തില്ല. പക്ഷെ ഇവരെല്ലാം തിരിച്ചു വിളിക്കും. അതുവരെ നമ്മൾ ക്യാമറയും ലൈറ്റും ഇങ്ങനെ എഴുതി തന്നെ ഇരിക്കാമെങ്കിൽ ഓരോ ഓർഡറൊക്കെ ചെയ്ത് കഴിച്ച്. ചേച്ചി എന്തുണ്ട്? ചേച്ചി ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ? ചേച്ചി ഞാനും ഉണ്ട് ചേച്ചി, ഞാനും ഉണ്ട്. സുഖാണോ ചേച്ചി? ഒരു ക്ഷീണം ഉണ്ടല്ലോ ചേച്ചിയുടെ സംസാരത്തിന്. ചേച്ചി ഞങ്ങളിവിടെ മറ്റേ ബിഹേവ് റൂട്ട്സിന്റെ ഒരു ഇന്റർവ്യൂവിൽ ഇരിക്കുകയാണ്. അപ്പോൾ അവർ ഞങ്ങൾക്ക് ഒരു ടാസ്ക് തന്നു. ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരാളെ വിളിച്ചിട്ട് ഒരു കാര്യം ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും ബുദ്ധിപരമായിട്ട് അതിന് ഉത്തരം പറയാൻ പറ്റുന്നത് ആരാണത്? എനിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നത് ശ്വേത ചേച്ചിയുടെ മകളാണ്. അപ്പം അവർ തന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ലവ് മാരേജിലും അറേഞ്ച് മാരേജിന്റെയും 3 ഗുണങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. 3 ഗുണങ്ങൾ ലവ് മാരേജ് മീൻസ് അത് രണ്ടിന്റെയും 3 ഗുണങ്ങൾ വീതം.
ലവ് മാരേജിന്റെ ഏറ്റവും നല്ല ലവ് ആയിട്ടില്ലേ നമ്മള് മണ്ടത്തരം ചെയ്യാൻ ഇറങ്ങണത്. അറേഞ്ച് ആയിട്ട് നമ്മള് മണ്ടത്തരില്ല. ഇത്രയും കിട്ടുന്ന ഉത്തരം വേറെ ആർക്ക് തരാൻ പറ്റും ചേച്ചി? വേറെ ആർക്ക് തരാൻ പറ്റും? പിന്നെ ലവ് മാരേജിന്റെ ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞാൽ നമ്മള് എല്ലാം ഭയങ്കര ബ്യൂട്ടിഫുൾ ആണെന്ന് പറയുമ്പോ എല്ലാം അറിയാം. എല്ലാം പിന്നെയാണ് ജീവിതത്തിൽ അറിയണത് ഒന്നും അറിയില്ല. അതാണ് ഏറ്റവും പ്ലസ് ലവ് മാരേജിന്റെ. പിന്നെ എവറിങ് ഈസ് ബ്യൂട്ടിഫുൾ. പിന്നെ ബേസിക്കലി നമുക്കറിയാലോ നമ്മൾ എത്ര വളിപ്പുകളാണ് ഇവിടെ ഉണ്ടാകുമ്പോ. അറേഞ്ച് മാരേജ് നമുക്ക് എന്താ അറിയാം, ഒരാളെയും കുറ്റം പറയാൻ പറ്റില്ല. ബിക്കോസ് പെണ്ണ് പറയണ്ട മോനെ നീ വാ വീട്ടില് ഞാൻ ശരിയാക്കി തരാം, അവള് പറയണ്ട നീ വാ പറഞ്ഞിട്ട് അങ്ങനെ. So arranged marriage, I think the parents get pulled into it, and in love marriage parents are not. So അത് സെക്കൻഡ് പോയിന്റ്. തേർഡ് പോയിന്റ് ലവ് മാരേജിൽ ആദ്യം എല്ലാം കുറെ നമുക്ക് റെസ്റ്റോറൻറ്റ്സും ഡേറ്റിങ്ങും കുറെ ബ്യൂട്ടിഫുൾ ആയ മൊമെന്റ്സ് ഉണ്ടാവും. ലവ് മാരേജ് അല്ലേ. അറേഞ്ച് മാരേജിൽ നമ്മളാരും വിളിച്ചാൽ മാത്രമല്ലേ നമുക്ക് പോകാൻ പറ്റൂ. നമ്മുടെ ഫാമിലി ഭയങ്കര ഫാമിലി ആയിട്ട് പിന്നെയാണ് അറിയാ ആൾക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ അറിയോ ഇല്ലല്ലോ. ആദ്യം അറിയാലോ. ചേച്ചി ചോദ്യത്തിലൊരു ചെറിയ തിരുത്തുണ്ട്. 3 പോയിന്റ് അല്ല 300 പോയിന്റ് ചോദിച്ചാലും ചേച്ചി പറയുന്നത് നമുക്കറിയാം. ഞാൻ അന്ന് പറഞ്ഞ പോലെ തന്നെ അറേഞ്ച് മാരേജ് ആണെങ്കിലും ലവ് മാരേജ് ആണെങ്കിലും until unless you are not, both of them are not ready, രണ്ടുപേർക്കും റെഡി ആയാൽ മാത്രമേ ചെയ്യാൻ പറ്റൂ. ശരി, അടിപൊളി അടിപൊളി. ഞാൻ ആങ്കറാണ് അമീൻ. നമുക്ക് പരിചയമാണ്, നമ്മൾ ആരംപ്ലസ് കില്ലരത്തിലുണ്ട്. ചേച്ചി സുഖമായിട്ടിരിക്കുന്നോ? കുട്ടികളെ ഞാൻ ബുദ്ധിമുട്ടിച്ചതല്ല, കുട്ടിയാണ് ചേച്ചിയെ ബുദ്ധിമുട്ടിച്ചത്. ഏറ്റവും വേണ്ടപ്പെട്ട ആരാന്ന് വെച്ചപ്പോൾ ഓടി പടഞ്ഞിട്ട് ശ്വേത ചേച്ചിയെ ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ എടുക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ്. എന്തൊറ്റി വയ്യാണ്ടിരിക്കണോ? ഓക്കെ ഫൈൻ ഫൈൻ. അപ്പൊ ഞാൻ ഈ ചേച്ചിയുടെ അടുത്തൊരു ചോദ്യം ചോദിക്കാം. അതായത് ബാലു ബ്രോ ഈ പറയുന്ന കാര്യങ്ങൾ, ബാലു ബ്രോ ഇപ്പൊ ഈ നേരത്തെ പറഞ്ഞ പോലെ ബാലു ബ്രോക്ക് ഈ നേരത്തെ ഭാര്യയെ പേടി, സമയത്തിന് വരണം എന്നുള്ള ടാസ്ക് ഒക്കെ പറഞ്ഞായിരുന്നല്ലോ ചേച്ചി. ബാലു ബ്രോ ഈ കാര്യത്തിൽ എങ്ങനെയാണ്? ബാലു ബ്രോനെ പാർവതി വരച്ച വരയിൽ നിർത്തിയേക്കാണോ? അത് എങ്ങനെയാണ് ചേച്ചിയുടെ ഒരു അഭിപ്രായത്തില്? Not at all. മ്യൂച്വൽ റെസ്പെക്ട് ഉണ്ട്. Okay, nice. ആൻഡ് മ്യൂച്വൽ മറ്റേ ഇതുണ്ട്, ഒരു എൻകറേജ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഫീൽഡിൽ ഭയങ്കര എൻകറേജ് ചെയ്യുന്ന ഒരു കപ്പിളാണ്. എസ്പെഷ്യലി ഞാനിപ്പോ ബാലുവിന്റെ അമ്മേനെയും പരിചയപ്പെട്ടുകൊണ്ട് ഞാൻ പറയാണ്, ഐ തിങ്ക് ഫാമിലി ഈസ് വെരി ലക്കി. ആൻഡ് മൂപ്പര് പിന്നെ എനിക്കറിയാം, രണ്ടുപേർക്കും അറിയാം അവരുടെ പ്ലസ് മൈനസ് അബൌട്ട് ഫീൽഡ് ആണെങ്കിലും പേഴ്സണൽ ലൈഫ് ആണെങ്കിലും. ഐ തിങ്ക് ദേ ഹാവ് അമേസിംഗ് ദിസ് തിങ്. നിങ്ങൾ ദൃഷ്ടിയില്ലാതെ ഐ ആം സോ ഹാപ്പി. എനിവേ ചേച്ചി, ഒരുപാട് സന്തോഷമുണ്ട് സംസാരിക്കും നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമിനകത്ത്. ചേച്ചിയും ഒരു പാട്ടായിരുന്നു, ഒരുപാട് സന്തോഷം ബിഹൈൻഡ് വുഡ്സിന്റെ ഭാഗത്തു നിന്നും എന്റെ ഭാഗത്തു നിന്നും. ഓക്കെ ചേച്ചി, സന്തോഷം. ഞാൻ പാർവതിക്ക് കൊടുക്കാം. എത്രയും പെട്ടെന്ന് റിക്കവർ ആവട്ടെ കേട്ടോ. ഓക്കെ ചേച്ചി, ഗെറ്റ് വെൽ സൂൺ, ലവ് യു ഉമ്മ. ഓക്കെ ചേച്ചി, അപ്പൊ എത്രയും പെട്ടെന്ന് വേദനകളെല്ലാം മാറട്ടെ, നമുക്ക് വീണ്ടും കാണാം. ഓക്കെ ചേച്ചി, താങ്ക് യു സോ മച്ച്. ഓക്കെ, ബൈ ബൈ ബൈ. That's so nice. Yes. അടിപൊളിയായിരുന്നു. നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ പ്രേക്ഷകരും കുറെ കാര്യങ്ങളൊക്കെ പഠിച്ചു. എല്ലാവർക്കും ഇഷ്ടമാണല്ലോ പാർവതി. ഒരു സിംഗറിനെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞാൽ പലർക്കും, ഞാൻ പേഴ്സണലി അറിയാവുന്ന ഒരുപാട് പെൺകുട്ടികൾക്ക് പാട്ടുകാരെ ഭയങ്കര ഇഷ്ടമാണ്. ആക്ച്വലി ഈ പാടാൻ കഴിവുള്ളവരെ പുറകെ ഒരുപാട് പെൺകുട്ടികൾ നടന്ന ചരിത്രം നമ്മുടെ കോളേജിലൊക്കെ നമുക്ക് കുറെ കാണുന്നതാണ്. സോ
പാർവതിക്ക് എങ്ങനെയാണ് നിങ്ങളുടെ കല്യാണം നടന്നത്? ഒരു ഫാമിലി എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ ആയ കാരണം ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. സത്യം പറഞ്ഞാൽ ലവ് മാരേജ് ആണോ അറേഞ്ച്ഡ് മാരേജ് ആണോ ഒന്നും എല്ലാം അവ്യക്തമാണ്. ഓക്കെ, അപ്പൊ തുടങ്ങാം. എനിക്ക് കോളേജ് ചരിത്രം പറയാൻ എന്നെ കൊണ്ട് വീട്ടുകാർ വുമൻസ് കോളേജിലാണ് കൊണ്ടിട്ടത്. അതുകൊണ്ട് അവിടെ പ്രേമിക്കാനുള്ള വഴിയില്ലായിരുന്നു. ഒന്ന്. രണ്ടാമത് ഞാൻ കെ കെ രാജു സാറിന്റെ ഒരു സീരിയൽ ചെയ്തിട്ടുണ്ടായിരുന്നു, ഈശ്വരൻ സാക്ഷി എന്ന് പറഞ്ഞിട്ട്. അതിനകത്ത് എന്റെ നായകൻ രാഗേന്ദ്ര ചേട്ടൻ. രാഗേന്ദ്ര ചേട്ടൻ ഏറ്റവും വലിയ കൂട്ടുകാരനായിരുന്നു ബാലൻ. ഇനി കൂടുതൽ പണി പുള്ളിക്ക് കൊടുക്കാനില്ല കേട്ടോ. പുള്ളി ഞാൻ ഇപ്പൊ വിളിക്കാറില്ല. പുള്ളി പണ്ട് ട്രിവാൻഡ്രത്ത് മാത്രം എന്റെ വീട്ടിൽ അദ്ദേഹത്തിന്റെ അഡ്രസ്സ് തച്ചോട്ടാവിലായിരുന്നെങ്കിലും പുള്ളിയുടെ അച്ഛനെ വിളിക്കും, മോനെ നീ ഒന്ന് വീട്ടിലോട്ട് വാ എന്ന് പറയുന്ന വ്യക്തി ഇപ്പൊ ബാംഗ്ലൂർ പോയിരിക്കുകയാണ്. പുള്ളിയെ വിട്ടിട്ട്. ഓക്കെ, അങ്ങനെ ഞങ്ങള് ഒരു ദിവസം ഞാനും രാഗേന്ദ്ര ചേട്ടനും ശ്രീലക്ഷ്മി ചേച്ചി ഇല്ലേ നമ്മുടെ ഭൂതക്കണ്ണാടിയിലൊക്കെ നായിക, അപ്പൊ ഞങ്ങള് ഇവർക്ക് രണ്ടുപേർക്കും കോമൺ ആയിട്ടൊരു സ്ഥലത്ത് പോകണമായിരുന്നു. ഞങ്ങൾ മൂന്നുപേരും കൂടെ പടം കാണാൻ ഇറങ്ങിയതായിരുന്നു അന്ന്. അപ്പൊ ഇവർക്ക് രണ്ടുപേർക്കും കോമൺ ആയിട്ടൊരു സ്ഥലത്ത് പോകണമായിരുന്നു. അത് ബാലുവേട്ടന്റെ വീടായിരുന്നു. ശ്രീലക്ഷ്മി ചേച്ചിയും എന്റെ അമ്മയൊക്കെ വർഷങ്ങളായിട്ട് ഭയങ്കര ഫാമിലി ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പൊ കോണ്ടാക്ട് ഇല്ലായിരുന്നു. അപ്പൊ ഈ സെറ്റിൽ വന്നിരുന്നപ്പോഴത്തേക്കും ഇവർ ഒരുമിച്ച് സംസാരിക്കാൻ രാഘുചേട്ടൻ എന്റെ കാര്യം പറയുകയും പക്ഷേ അയ്യോ ഷാമിൽ അതിന്റെ അമ്മയെ കണ്ടിട്ട് ഒരുപാട് നാളായല്ലോ, നമുക്ക് എന്നാ ഒന്ന് അവരെ വീട്ടിലോട്ട് പോകാന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ സിനിമയ്ക്ക് പോകുന്ന സമയത്താണ് എന്റെ വീട്ടിലോട്ട് വരുന്നത്. മനസ്സിലായില്ലേ? എനിക്ക് വന്നപ്പോ ഏതോ ഒരു പയ്യൻ അത്രേ ഉള്ളൂ. ഒരു സാധനവും ഇല്ല. തിരിച്ചോ? ഞാൻ ഗേൾസിന് മൈൻഡ് ചെയ്യില്ല. മനസ്സിലായില്ലേ? ഞാൻ പുരുഷന്മാരെ മൈൻഡ് ചെയ്യും. പക്ഷേ എനിക്ക് ബാലുവേണ്ണേ അന്ന് കാണുമ്പോ ഇച്ചൂടെ ഒരു കൊച്ചു പയ്യനെ പോലെ ഇപ്പോഴും ചർമ്മം കണ്ട പ്രായം പറയത്തില്ല. അങ്ങനെ ഒരു ഗുണം ബാലുവേണ്ണുണ്ട്. നല്ല പ്രായമുണ്ടെന്നാണ് കുറച്ചധികം പ്രായമൊക്കെ ഉണ്ട്. ഇവിടെ ഇയർ പറയാൻ പാടില്ല. സോറി, ഈ വർഷം തൊട്ട് ഇയർ പറയാൻ പാടില്ല. അല്ല, അങ്ങനെ ആയിരുന്നെങ്കിൽ തെളിയിക്കായിരുന്നു. നമുക്കൊരു വോട്ടിന് പെടുത്താലും ഞാനേ ഞങ്ങൾ വരുള്ളൂ. അതുകൊണ്ടാ പറഞ്ഞത്. വീട്ടിൽ ഇങ്ങനെ പൊരിഞ്ഞ അടിയായിരിക്കും രണ്ടാളും തമ്മിൽ. ഓക്കെ, അപ്പം അന്ന് ഞങ്ങൾ അങ്ങനെ കണ്ടു പോയി. അതിനുശേഷം ഞങ്ങൾ ഫേസ്ബുക്ക് ഫ്രണ്ട്സ് ആയി. പക്ഷെ അവിടെയും നമ്മൾ ഭയങ്കര ക്യാഷ് വെച്ചാൽ ഞാനിങ്ങനെ കല്യാണത്തിനൊക്കെ എന്നെ വിളിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ബാലുവേട്ടനോട്. അപ്പൊ അത്രയും ഭയങ്കര ഒരു ഫ്രണ്ട്ലി ചാറ്റിലായിരുന്നു. അതിനുശേഷം രാഗേന്ദ്ര ചേട്ടൻ എന്റെ ഫോണിൽ നിന്ന് ഇങ്ങനെ ബാലുവേട്ടനെ ടെക്സ്റ്റ് ചെയ്യും. ഞങ്ങൾ ഫ്രീ ടൈം പുള്ളിക്കാരന് താല്പര്യം ഉണ്ടായിരുന്നോ ഇങ്ങനെ ഒരു കല്യാണം നടന്നു കാണാൻ? ഞങ്ങൾ ഭയങ്കര ഈ പറഞ്ഞ പോലെ വെറും തമാശ സെറ്റപ്പാണ്. ഈ പറഞ്ഞ പോലെ ഒരിക്കൽ എനിക്ക് തോന്നുന്നു പാറു പറഞ്ഞു ഇങ്ങനെ സംസാരിച്ചുകൊണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഞാൻ നല്ല കുട്ടിയാണല്ലോ, അതുകൊണ്ട് ജസ്റ്റ് ഈ പറഞ്ഞ പോലെ രാഘുചേരൻ പുള്ളിയുടെ ഫോൺ എടുത്തിട്ട് ഇങ്ങനെ എനിക്ക് വേണ്ടി ആയി പാലിച്ചേട്ടാണ് മനസ്സിലായില്ലേ. പക്ഷെ ഞാൻ നല്ല കുട്ടിയാണല്ലോ. എന്തുകൊണ്ട് വിശേഷം, സുഖമാണോ, ബ്രേക്കിലാണോ എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ എനിക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ റിലേഷൻഷിപ്പ് കണക്ട് ആകാനുള്ള മെയിൻ റീസൺ ഈ FB-ല് ഒരു ഫ്രണ്ട്ഷിപ്പ് ഡേ വന്നു. ഫ്രണ്ട്ഷിപ്പ് ഡേ വന്നപ്പോഴത്തേക്കും ഒബ്വിയസ്ലി എല്ലാവർക്കും ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ ആയിരിക്കുമല്ലോ. അപ്പം പാറുവിന്റെ പ്രൊഫൈൽ മുകളിൽ കിടക്കുകയായിരുന്നു. അപ്പം ഞാൻ എല്ലാവർക്കും ഒരു ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ അയച്ചിട്ട് ഞാൻ എൻ്റെ വഴി നോക്കി പോയി. അപ്പോൾ രാത്രി വൈകിട്ട് കണ്ട് ഞാൻ നോക്കുമ്പോഴത്തേക്കും ഒരാളുടെ പ്രൊഫൈൽ ഫോട്ടോ കാണുന്നില്ല. മനസ്സിലായില്ലേ? ഞാൻ നോക്കിയപ്പോൾ എന്നെ ബ്ലോക്ക് ചെയ്തിരിക്കും. ദേഷ്യം വരൂല്ലേ? അതും ഡെഫിനറ്റ്ലി സുമുഖൻ സുന്ദരൻ. നല്ല ബാക്ക്ഗ്രൗണ്ട്. ഓക്കെ, കണ്ടിന്യൂ. അടുത്ത പാട്ട് അപ്പൊ അങ്ങനെ പ്രൊഫൈൽ ബ്ലോക്ക് ചെയ്തപ്പോ എനിക്ക് ഈ പറഞ്ഞ പോലെ ഇത്രയും മാന്യമായി പെരുമാറിയിട്ട് എന്നൊരു കോഴിയായി ചിത്രീകരിച്ച് എന്തുകൊണ്ട് എന്നെ ബ്ലോക്ക് ചെയ്യുന്നുള്ള ഛേദോ വികാരത്താൽ ഞാൻ ആ പ്രൊഫൈൽ എടുത്ത് 2 കൊടുക്കാൻ പോകുന്നതെങ്കിൽ താഴെ എനിക്കൊരു മെസ്സേജ് ഇട്ടിട്ടുണ്ട്. സോറി ചേട്ടാ, ഓക്കെ ബൈ. പാടും ഞങ്ങൾ മാഷ് പാടും. ഒരു നോട്ടം കണ്ടേ ഉള്ളൂ, ഒരു ഗാനം കേട്ടേ ഉള്ളൂ. ബാക്കി പാടും. ഇപ്പൊ ഞങ്ങൾക്ക് മൂടില്ല. ഓക്കെ, കണ്ടിന്യൂ. അയ്യോ എന്ത് പറ്റി? വെള്ളം പൊങ്ങി പൊങ്ങി വന്നു. വെള്ളം വീഴുന്നുണ്ടല്ലേ ഇവിടെ? മഴയുണ്ടോ? അകത്ത് മഴയുണ്ടോ? പൊന്നെ എന്റെ പൊന്നു മോനെ, ഞാനിവിടെ അച്ഛന്റെ അപ്പന്റെ അമ്മനെ ലവ് സ്റ്റോറിയുടെ നടുവിലാണ് പാട്ട് പാടിയത് കുളമാക്കി. ഇവർ ഇത്ര ഇത് കട്ട് ചെയ്ത് കളയണമല്ലോ എന്ന് ആലോചിക്കുമ്പോഴാ. ഓക്കെ, അപ്പൊ അങ്ങനെ ഈ പറഞ്ഞ പോലെ നോക്കുമ്പോ അതിലൊരു മെസ്സേജ് കുഞ്ഞെ, അതായത് സോറി ഐ ആം ഡീആക്ടിവേറ്റിംഗ് മൈ പ്രൊഫൈൽ. പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പ്ലീസ് ടു കോൺടാക്ട് മൈ വാട്സ്ആപ്പ് നമ്പർ. വാട്സ്ആപ്പ് നമ്പർ എനിക്ക് തന്നു. അപ്പൊ ഞാൻ പറഞ്ഞു
അപ്പൊ ഞാനങ്ങനെ വാട്സപ്പ് നമ്പറിൽ അങ്ങോട്ട് ചാറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പം ഞങ്ങൾ അങ്ങനെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ തുടങ്ങി. വിശേഷങ്ങൾ പങ്കുവെച്ച് ഇപ്പൊ കറക്റ്റ് എൻ്റെ വീട്ടിലും ഒരു വിശേഷം നടക്കാൻ വേണ്ടി എൻ്റെ അച്ഛനും അമ്മയും കാത്തിരിക്കുകയായിരുന്നു എൻ്റെ കല്യാണം. അപ്പൊ ഞാൻ ഇവിടെ ചേട്ടൻ്റെ കല്യാണം കഴിയുമ്പോൾ ഞാൻ പറയാം എൻ്റെയും കല്യാണം ഇങ്ങനെ വീട്ടിൽ നോക്കുന്നുണ്ട്, അതുകൊണ്ടത്തേക്കും എന്നെ വിളിക്കണം, ഞാൻ വന്ന് സദ്യ കൊണ്ടിട്ടൊക്കെ പോകും എന്നെല്ലാം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ തള്ളു. അപ്പം എനിക്കൊന്നൊരു 1.5 മാസമായപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി ഈ പറഞ്ഞ ഒരു ട്രാക്ക് മാറുന്നുണ്ട്. പിന്നെ നോക്കിയപ്പോഴത്തേക്കും ഞാൻ ആഗ്രഹിച്ച പോലെ എല്ലാ നേട്ടങ്ങളും ഇങ്ങനെ ഞാൻ ടിക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് നമ്മളോടൊന്ന് ഷെയർ ചെയ്യാൻ പറ്റും? വളരെ ക്ലീശയായിട്ട് താങ്കൾക്കും എല്ലാവർക്കും ഉള്ള നേട്ടങ്ങൾ തന്നെയാണ്, അത് എനിക്ക് മാത്രമായിട്ടൊരു നേട്ടങ്ങൾ സ്വഭാവം. ഇത് കേൾക്കാൻ നല്ല സുഖം. നിങ്ങൾ ബാലപ്രോ നോക്കിയപ്പോ എന്റെ സങ്കല്പത്തിലെ കാമുകയുടെ അതേ അതിന് വരുന്ന പോയിന്റ്സ് വളരെ കോമൺ ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. സ്വഭാവി, സോഫ്റ്റ് സ്പോക്കൺ, ഇതെല്ലാം ഞാൻ അന്നത്തെ കാര്യം പറയുന്നത്. ദൈവത്തെ ഓർത്ത് പ്രസന്റ് ചോദിക്കരുതിന്റെ അടുത്ത് ഞാൻ പറയുന്നത് എല്ലാം പാസ്റ്റ് ആണ് കേട്ടോ. അപ്പം അതെല്ലാം ടിക്ക് ചെയ്തപ്പോൾ ഞാൻ എന്തുകൊണ്ട് എന്നാൽ പിന്നെ ട്രാക്ക് എന്താ, കാരണം എനിക്ക് മനസ്സിലായി ഒരു സ്പാർക്ക് ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. എനിക്കും അങ്ങോട്ടുണ്ട്, ഡെഫിനറ്റ്ലി ഉണ്ട്. അപ്പം ഞാൻ അങ്ങോട്ട് പറഞ്ഞു മരം ചുറ്റി നടക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല, നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റ്ലി നമ്മുടെ വീട്ടുകാരോട് പറയാം, അവർക്ക് ഓക്കെ ആണെങ്കിൽ നമുക്ക് കല്യാണം കഴിക്കാന്ന് പറഞ്ഞു. അല്ല, നിങ്ങൾ തമ്മിൽ ആദ്യം ഒരു അത് ചോദിച്ചോ? ഐ ലവ് യു എന്ന് പറയുന്നത് വി യൂസ് ടു ടോക്ക് എ ലോട്ട്. അതാ പറഞ്ഞ ആ വൈബ് മാറി ഒരു 1.5 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പറഞ്ഞ പോലെ ഉണ്ണുന്നതും ഉറങ്ങുന്നതും കഴിക്കുന്നതും എല്ലാം നമ്മളിങ്ങനെ നമുക്ക് അറിയാമല്ലോ. അതുപോലെ എന്തായാലും ട്രാക്കിൽ പോവാണ്. അപ്പം പക്ഷെ എനിക്കും ഇതുപോലെ ഈ പ്രേമിക്കാനുള്ള ധൈര്യം ഇല്ലായിരുന്നു. ഞാൻ ക്ലൈമാക്സ് പറഞ്ഞു. അല്ല, ഈ സമയത്തൊക്കെ പാർവതിയുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്? പാർവതി ഒരു പൈങ്കിളിയാണോ അതോ മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരാളാണോ? അന്നും ഇന്നും ഈ പറഞ്ഞ പോലെ അവൾക്ക് ഡീൽ ചെയ്യേണ്ട അടുത്ത് ഡീൽ ചെയ്യാൻ അറിയാം. അന്നാലും ഈ പറഞ്ഞ പോലെ എല്ലാവരുമായിട്ട് കമ്പനിയാണ്. പക്ഷെ അത് എവിടെ ആ വര വരയ്ക്കണം എന്നുള്ള കാര്യം വ്യക്തമായി. നമ്മൾ ഒരു ദൂരെ എന്നെ നോക്കി പറയണേ, ദൂരെന്ന് കാണുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കുമ്പോൾ ഇതെന്താ ഇങ്ങനെ എല്ലാവരും സംസാരിക്കുന്നത്, അല്ലെങ്കിൽ അവൾ അങ്ങനെയാണ്, എല്ലായിടത്തും ഭയങ്കര ഫ്രണ്ട്ലിയാണ്. പക്ഷെ അത് ഏത് പോയിന്റ് വരെ കൊണ്ടുപോകണം എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അറിയാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ തന്നെയാണ്. അപ്പൊ ഞാൻ അത് എൻ പഞ്ച് നോക്കും. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് മരം ചുറ്റി നമുക്ക് അങ്ങനെ അതൊന്നും വേണ്ട. എനിവേ നമ്മൾ അടുത്തൊരു ഗ്രേഡിലോട്ട് പോയി. അപ്പൊ നമുക്ക് എനിക്ക് തോന്നുന്നു നമുക്ക് വീട്ടുകാരോട് പറഞ്ഞിട്ട് അവർ ഓക്കെ ആണെങ്കിൽ നമുക്ക് ശരിയാകുന്നു. ആണോ വരൂട്ടാ? ഓക്കെ ശരി. ഫോൺ വെച്ചു. ഒരു 15 മിനിറ്റ് ആയപ്പോഴത്തേക്കും അതെ ഞാൻ വീട്ടുകാരോട് പറഞ്ഞു ഇവിടെ എല്ലാം ഓക്കെ ആണ്, ഭാര്യയോട് വീട്ടുകാരോട് പറഞ്ഞു. മനസ്സിലായില്ല? അല്ല, ഞാൻ വീട്ടുകാരോടൊക്കെ കാര്യങ്ങൾ പറഞ്ഞു ഇവിടെ എല്ലാം ഓക്കെ, പിന്നെ ഭാര്യയോടെ വീട്ടുകാരുടെ കാര്യങ്ങൾ തീരുമാനിച്ചാൽ മാത്രം മതി. എനിക്ക് ഇച്ചിരി സമയം, എനിക്കിത് പ്രസന്റ് ചെയ്യണ്ടേ. ഇവളപ്പം തന്നെ വീട്ടിൽ പോയി അച്ഛനമ്മ സഭ ഇരുത്തി എന്റെ ഫോട്ടോ കാണിച്ച് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് അവിടെ തന്നെ പ്രസന്റ് ചെയ്യുകയായിരുന്നു. ഇതേപോലെ തന്നെ മീഡിയയിലുള്ള ഒരാളെ വേണ്ട എന്നുള്ള അങ്ങനെ എനിക്കില്ലായിരുന്നു. എനിക്ക് അങ്ങനെ, കാരണം ഞാൻ മീഡിയ ഫീൽഡിൽ ഞാൻ ചാനലിൽ വർക്ക് ചെയ്ത ആളാണ്. ഞാൻ 96 തൊട്ട് മീഡിയ ഫീൽഡിൽ നിൽക്കുന്ന ഒരാളാണ്. 96 തൊട്ട് മനസ്സിലായി കാണാം. എനിക്ക് 2 വയസ്സ്. അപ്പൊ അങ്ങോട്ട് മീഡിയ, പിന്നെ ഞാൻ ചാനലിൽ വർക്ക് ചെയ്യുമ്പോഴല്ല ഞാൻ റിയാലിറ്റി ഷോ ഒക്കെ ഡീൽ ചെയ്യുമ്പോൾ ഞാൻ ഈ പറയുന്ന സെലിബ്രിറ്റീസ് ആയിട്ടൊക്കെ ഭയങ്കരമായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പാണ്. അപ്പൊ അന്നേ എനിക്ക് പറഞ്ഞ പോലെ ഒരു ആർട്ടിസ്റ്റിനെയോ ഒരു പാട്ടുകാരിയോ ഞാൻ കല്യാണം കഴിക്കാൻ എനിക്ക് ഒരു താല്പര്യവുമില്ല എന്നുള്ള ചട്ട കെത്തി കൊണ്ടുവന്നൊരു സമയം. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തത്? അല്ല, 2 കാര്യമുണ്ട്. ഒന്ന്, ഈ പറഞ്ഞ പോലെ എനിക്ക് താല്പര്യമില്ല. എനിക്ക് ഇപ്പം അവള് ചെയ്യുന്ന പ്രോജക്ട്സ്, ഇപ്പം നമുക്കൊരു വളരെ നല്ല പ്രോജക്റ്റുകൾ അവള് ചെയ്യുന്നുണ്ട്. അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഒരു ബാക്ക് ടു ബാക്ക്, അതൊരു എനിക്ക് തോന്നുന്നു ഇതുവരെ ഒരു പ്രൊഫഷനും പാഷനും നമുക്ക് വ്യത്യാസം 2 വാക്കിന്. പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ വി ആർ ബൗണ്ട് ടു ഡു എനിത്തിങ് അല്ലേ. പാഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ സെലക്ട് ചെയ്യാം, അത് വേണ്ടെങ്കിൽ വേണ്ട, നല്ലതാണെങ്കിൽ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അവൾ പാഷനായിട്ട് ഏറ്റവും നല്ല പെർഫോം ചെയ്യാൻ പറ്റുന്ന നല്ല ക്യാരക്ടറുകൾ മാത്രം ചെയ്യാം എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അതിന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അല്ല, അതിന് പുറകിൽ എൻ്റെ ഒരു പ്രോത്സാഹനം അതല്ല പറയണ്ടത്. അപ്പൊ അങ്ങനെ ഈ പറഞ്ഞ പോലെ ഞാൻ വീട്ടിൽ പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് വേറൊരു പ്ലസ് പോയിന്റ് വന്നു പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ കോട്ടയം, അച്ഛൻ SBI മാനേജറായിരുന്നു, കോട്ടയം ബ്രാഞ്ചിലായിരുന്നു. അപ്പം അമ്മയെ കാണിച്ചു. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, കാരണം അമ്മയോടൊക്കെ സംസാരിക്കുന്നുണ്ട്.
ഇവള് അറിയാലോ കമ്പനി എന്ന കാര്യത്തില് അമ്മയായിട്ടെല്ലാം അപ്പൊ അമ്മയ്ക്ക് ആദ്യമേ അമ്മയെ വളച്ചു. അമ്മയ്ക്ക് ഇതാത് അമ്മയുടെ ബർത്ത്ഡേ സമയത്ത് ഞാൻ പറഞ്ഞു മോളെ ഇന്ന ദിവസം അമ്മയുടെ ബർത്ത്ഡേ ആണ്. ഞാൻ നോക്കി ഇപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു കൊച്ചിലത്തെ ഫോട്ടോസ് എല്ലാം എടുക്കാം. ഞാൻ എൻ്റെ ജനനം തൊട്ട് വയസ്സുവരെയുള്ള ഫോട്ടോ എല്ലാം വെച്ചൊരു കിടിലം വീഡിയോ അമ്മയ്ക്ക് കൊടുത്തു. സർപ്രൈസിന്റെ കാര്യത്തില് ബോംബാണ്, വെറും ബോംബല്ല. ഇത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. പ്രേക്ഷകർ പറയുന്ന 2 പുരുഷന്മാർ ഇവിടെ നിന്ന് പ്രേമത്തെ പറ്റി സംസാരിക്കുന്ന പാർവതിനെ ഗസ്റ്റ് ആയിട്ട് വിളിച്ചിട്ട് പോസ്റ്റ് ആക്കുന്നത്. വൈ ഞങ്ങൾ മൈക്കൊക്കെ തന്നിട്ടില്ലേ മോനെ? അപ്പം എൻ്റെ ക്ലൈമാക്സ് ഇതാണ്. അപ്പൊ ഞാൻ അമ്മയ്ക്ക് ഓക്കെയാണ്. അപ്പൊ അച്ഛൻ കോട്ടയത്താണ്. അപ്പൊ അച്ഛൻ എന്നെ ഒരു ദിവസം വീക്കെൻഡ് വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത് എടാ ഈ പാർവതി ആർ കൃഷ്ണ അപ്പൊ ആ പേരേറ്റ പെണ്ണിക്ക് ലൈറ്റായിട്ട് വേറെ ഒന്നുമല്ല, നാളെ ഒരു നോ പറയാതിരിക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയാണ്. ഞാൻ നോക്കിയപ്പോ അച്ഛൻ ഇവളുടെ മാമന്റെ പേര്, ഇവളുടെ അമ്മയുടെ ചേച്ചിയുടെ പേര്, അല്ലെങ്കിൽ അച്ഛന്റെ പേര് ഫുള്ള് ഹിസ്റ്ററി. എനിക്കറിയാതെ അപ്പൂപ്പന്മാരുടെ പേര് വരെ അച്ഛൻ പറഞ്ഞു. എടുത്തങ്ങ് അച്ഛൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കിനി ആള് മാറിപ്പോയതാണോ, അച്ഛൻ ആള് മാറിപ്പോയതാണ്. അപ്പോഴാണ് നോക്കിയപ്പോഴത്തേക്ക് ഇവരുടെ ചെറിയ പ്രായത്തിൽ ഞങ്ങളുടെ കുടുംബ വീട്ടിൽ ഇവരുടെ ഒരു ഫാമിലി വാടകയ്ക്ക് താമസിക്കുകയും അവർ തമ്മിൽ നല്ല കൂട്ടുകെട്ടാവുകയും ഉള്ള അച്ഛനെ അറിയുകയും ചെയ്തു. നിങ്ങൾ തമ്മിൽ കുട്ടിക്കാലത്ത് പരസ്പരം കണ്ടിട്ടില്ല? ഞങ്ങളില്ല, എന്റെ അച്ഛന്റെ കുട്ടിക്കാലം പറഞ്ഞത്. വരാനുള്ളത് എങ്ങനെ. അപ്പൊ അങ്ങനെ അപ്പൊ ഇത്രയും അപ്പം എനിക്ക് ഒന്നുമില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പം എനിക്ക് തോന്നുന്നു അമ്മയും ഇവളുടെ അമ്മയും ഞാനും തോള് കേട്ടാണ് വിശേഷങ്ങൾ പങ്കുവെക്കുന്നതും. ഈ പറഞ്ഞ അവിടെ പോയി കണ്ടപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന തെറ്റിദ്ധാരണകളെല്ലാം എന്നെ കാട്ടി ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ബാലുവേട്ടൻ്റെ അടുത്തായിരിക്കും. ഇപ്പം അത്രയും കമ്പനിയായി എൻ്റെ അമ്മയും ബാലുവേട്ടനും തമ്മിൽ. നല്ലൊരു അടിപൊളി കഥ, നല്ലൊരു കഥയായിരുന്നു, നല്ലൊരു ലവ് സ്റ്റോറി ആയിരുന്നു. ഞങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്തു. പാർവതിയുടെ സിനിമ വിശേഷങ്ങളും വർക്ക് വിശേഷങ്ങളിലേക്കും കിടക്കാം കുറെ അധികം. ഇപ്പൊ ലാസ്റ്റ് ഞാൻ കണ്ടത് വർഷങ്ങൾക്ക് ശേഷം, അതിനുശേഷം റിലീസായിട്ട് ഏതെങ്കിലും ഉണ്ടോ? വർഷങ്ങൾക്ക് ശേഷത്തിനകത്ത് അതും ആ സീൻ എന്ന് പറയുന്നത് ആ സിനിമയ്ക്കകത്ത് പീക്ക് സീനാണ്, അതിന് അൾട്ടിമേറ്റ് സാധനമാണ് അത്. അതിനകത്ത് തന്നെ വന്ന ഒരു എക്സ്പീരിയൻസും ആ ഒരു സീനിനകത്ത് നിവിൻ ചേട്ടൻ അങ്ങനെ പെർഫോം ചെയ്യുമ്പോൾ പാർവതി ഡെഫിനറ്റ്ലി അവിടെ എന്തെങ്കിലും കിളി പോയിട്ട് ഇരുന്നിട്ടുണ്ടോ? സോ ആ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞു. ഓക്കെ, ഞാൻ ഇതുവരെ എന്താണ് ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് ആരോട് അങ്ങോട്ട് ചാൻസ് ചോദിച്ചിട്ട് ഒരു അവസരം കിട്ടേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ലായിരുന്നു. ഇതൊക്കെ എൻ്റെ ഒരു ഭാഗ്യത്തിന്റെ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതിയേക്കുന്നത്. ഈ വർഷങ്ങൾക്ക് ശേഷത്തിൽ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ഡയറക്ടറാണ് വിനീതേട്ടൻ എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാവർക്കും ഒരു 99% ആളുകൾക്കും ഇഷ്ടമുള്ള ഒരു ഡയറക്ടറായിരിക്കും വിനീതേട്ടൻ എന്ന് പറയുന്നത്. എപ്പോഴെങ്കിലും അദ്ദേഹത്തിലൂടെ വർക്ക് ചെയ്യണം എന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ ഞാൻ ഒരു ചാനലിന് വേണ്ടിയിട്ട് ഒരു ഷോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതുപോലെ വിനീതേട്ടൻ ഞാൻ കണ്ടു. അപ്പോൾ ഞാനിങ്ങനെ വർഷങ്ങൾക്ക് ശേഷത്തിൻ്റെ അന്ന് ആ സമയത്ത് ഈ കാസ്റ്റിംഗ് ഒക്കെ നടക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ റാൻഡമായിട്ട് ഞാൻ ചോദിച്ചു, ചേട്ടാ എന്താണ് പുതിയ വിശേഷം? അപ്പോൾ ഈ വർഷങ്ങൾക്ക് ശേഷത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇതുപോലെ ചേട്ടനോട് ഞാൻ പറഞ്ഞു, ചേട്ടാ എനിക്ക് എപ്പോഴെങ്കിലും ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അടുത്ത ദിവസം വിനീതേട്ടൻ എനിക്ക് ടെക്സ്റ്റ് ചെയ്തു, പാർവതി വർഷങ്ങൾക്ക് ശേഷത്തിൽ ഇതുപോലെ ചെറിയൊരു സാധനമുണ്ട്, ചിലപ്പോൾ അത് വർക്കാവും, അത് ഭാഗ്യമായിട്ട് വർക്കാവും എന്ന് പറഞ്ഞു. ഞാൻ ഒന്നും ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു, ചേട്ടാ ഡേറ്റ് മാത്രം എന്നോട് പറഞ്ഞാൽ മതി. എനിക്ക് തോന്നുന്നു ഒരു 3-4 മണിക്കൂറേ നമുക്ക് ആ ഒരു സീനിന് വേണ്ടി എടുത്തിട്ടുള്ളൂ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ദിവസം ചെന്നതിൻ്റെ അന്നാണ് ഈ സാധനമാണെന്ന് പോലും ഞാൻ അറിയുന്നത്. നിവിൻ ചേട്ടനുണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതുപോലെ എന്തോ ഒരു ആങ്കറിങ് പരിപാടിയാണെന്ന് പറഞ്ഞു, വേറെ ഒന്നും ഞാൻ അറിഞ്ഞില്ല. അവിടെ ചെന്നിട്ടാണ് ഈ പറയുന്ന ഒരു സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ തരുന്നത്. പിന്നെ കാണുന്നത് വിനീതേട്ടൻ്റെ ഒരു ഓട്ടമായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. അതായത് നിവിൻ ചേട്ടൻ അവിടെ കാണിച്ചേക്കുന്ന എക്സാക്ട് സാധനമാണ് വിനീതേട്ടൻ വന്ന് നമുക്ക് പറഞ്ഞു തന്നത്. അത് ശരി. അതായത് വിനീതേട്ടൻ അവിടെ ഇളക്കി എല്ലാ കാര്യങ്ങളും ഞാൻ അവിടെ ചെയ്ത സാധനം പോലും വിനീതേട്ടൻ നമുക്ക് പറഞ്ഞു തന്ന സാധനമാണ്. അതായത് ഈവൻ ഹാൻഡ് പോസ്റ്റർ വരെ മറ്റേ ഈ സാധനമൊക്കെ വിനീതേട്ടൻ നമുക്ക് പറഞ്ഞു തന്നിരുന്ന സാധനമായിരുന്നു. അപ്പൊ അതെങ്ങനെ ചെയ്യണം, എന്താണ് എക്സ്പ്രഷൻ വേണ്ടതെന്ന് പോലും ഡീറ്റെയിൽ ആയിട്ട് ആസ് എ ഡയറക്ടർ വിനീതേട്ടൻ അവിടെ തകർത്ത ഒരു സാധനമായിരുന്നു. അതിനുശേഷം അതായത് നമ്മൾ അത് പിന്നെ പെർഫോം ചെയ്ത് ബെറ്റർ ആക്കേണ്ടത് നമ്മളാണ്. എന്റെ ഒരു സംഭവം എന്ന് പറയും, ഞാൻ അതുവരെ ചെയ്തിപ്പോ ഞാൻ മാലിക്ക് ചെയ്താണെങ്കിലും കഠിന കടോരമി ചെയ്താണെങ്കിലും 2 കുറച്ച് ബോൾഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ്. അപ്പം എനിക്ക് നോർമലി വരുന്ന കഥാപാത്രങ്ങളാണെങ്കിൽ ഇതുപോലെ കുറച്ച് സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ്. അപ്പൊ എനിക്ക് ഇങ്ങനെ ഒരു സാധനം ഞാൻ ചെയ്യുമ്പം അത് വൾഗർ ആവരുത് എന്നെനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം ഇത് ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് പോവാവുന്ന ഒരു സാധനമാണ്. അപ്പൊ അതെനിക്ക് ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. ഈവൻ പടം ഇറങ്ങുന്നിടം വരെയും കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആരോടും പറഞ്ഞിരുന്നില്ല, ഇറങ്ങിയിട്ട് ആരെങ്കിലും തെറി വിളിക്കുകയാണെങ്കിൽ സൈഡിൽ കൂടെ മിണ്ടാന്നൊക്കെ പോകാലോ എന്ന് കരുതിയിട്ടായിരുന്നു. വിജയേട്ടൻ അവിടെ വന്നിട്ടങ്ങ് തകർത്ത് വാരി. അതായത് വിനീതേട്ടൻ പറഞ്ഞതിൽ മുകളിൽ കൊടുക്കാൻ
നിവിൻ ചേട്ടന് പറ്റിയിട്ടുണ്ടായിരുന്നു. എൻ്റെ പൊന്നും, ശരിക്കും ഒരു ആർട്ടിസ്റ്റ് എന്താണെന്നൊക്കെ നമ്മൾ ശരിക്കും ഓൺ സ്പോട്ട് നമ്മൾ കാണുകയാണ്. കാരണം പുള്ളിക്ക് അവിടെ വന്നിട്ടായിരിക്കും ഇത് പറഞ്ഞു കൊടുക്കുന്നത്. എനിക്കാണെങ്കിൽ ചിലപ്പോൾ ചിരി നിർത്താൻ പറ്റുന്നില്ല കേട്ടോ. ഞാൻ എന്നിട്ട് ഇവരെ പിടിച്ചു വെച്ചിരിക്കുക. എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, എന്തെങ്കിലും ഒരു ഇമോഷൻ വന്നാൽ ഞാൻ അതിന്റെ പീക്കിലേക്ക് പോകും. ചിരിയൊക്കെ വന്നാൽ പീക്കിലേക്ക് പോകും. പക്ഷെ അത് നമ്മൾ പുള്ളിയുടെ ആസ് എൻ ആർട്ടിസ്റ്റ് പുള്ളിയുടെ അഭിനയം നമ്മൾ അങ്ങ് ആസ്വദിച്ച് പോകുമായിരുന്നു കേട്ടോ. എന്തൊരു പെർഫോമറാണ്, ഒരു രക്ഷയില്ല. എനിക്ക് തോന്നുന്നു നിവിൻ പോളിയും പാർവതിയും കൂടെ കണക്ട് ചെയ്യുന്ന വേറെ സംഭവം, രണ്ടാളും എഞ്ചിനീയറിംഗ് ടു ആക്ടിംഗ് ഫീൽഡിലേക്ക് വന്നതാണ്. സോ ആ ഒരു വ്യത്യാസം പുള്ളി മറ്റേ ഭയങ്കര പഠിപ്പിയായിരുന്നു. ഞാൻ കഷ്ടപ്പെട്ടൊക്കെ പാസ്സായി. പുള്ളി ഭയങ്കര പഠിപ്പിയായിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്. അതെ 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 അതെ. അപ്പൊ ഞാൻ അത്രയും പഠിപ്പിയൊന്നുമില്ല, ഞാൻ എങ്ങനെയൊക്കെ ജസ്റ്റ് പാസ് എങ്ങനെയെങ്കിലൊക്കെ തട്ടിമുട്ടി പോകുന്ന ഒരു എഞ്ചിനീയർ ആയിരുന്നു. പക്ഷെ അതിനുശേഷം ഐ വാസ് വർക്കിംഗ്. ഞാൻ ആസ് ആൻ എഞ്ചിനീയർ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. നഷ്ടപ്പെട്ടു കേരളത്തിന്. ഇല്ല, ഞാൻ ഇപ്പോഴും വർക്കിംഗ് ആണ്. അതായത് ഈ പറയുന്ന ഞാൻ ഇന്റീരിയർ ഡിസൈനിങ് ചെയ്യുന്നുണ്ട്. ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ അവിടുന്ന് കൈയെടുത്തു കഴിഞ്ഞാൽ മകൻ പട്ടേ എന്ന് പറഞ്ഞ് വീഴില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ, ഭാര്യയെ കുറിച്ച് 3 കുറ്റങ്ങൾ പറയണം. ഓ, എനിക്ക് പിന്നെ കേൾക്കാത്തോണ്ട് ഒരു കാര്യം ചെയ്യും, ബാലുപ്ര പൊത്തി പിടിക്കും. ഓ, നിങ്ങൾക്ക് അങ്ങോട്ട് ഇല്ല, പലരും നല്ല കുറ്റങ്ങളെ പറയാവേ. ഓക്കെ, ഭാര്യയെ കുറിച്ച് 3 കുറ്റങ്ങൾ പറയണം. ഇത് ടെലികാസ്റ്റ് ആവുന്ന സമയത്ത് മാത്രമേ പാർവതി ഇത് കേൾക്കാൻ പാടുള്ളൂ. ഇനി കുറ്റം എന്റെ ഭാര്യ മറ്റേ പതിവ് ഇതാണ്, കുറ്റമൊന്നും ചെയ്യാൻ പറയില്ല. അയ്യോ, കണ്ണടച്ച സോറി. ഒന്ന്, ഈ പറഞ്ഞ പോലെ ഡെഡിക്കേഷൻ കൂടുതലായിട്ട് വർക്ക് പിന്നെ പോയി കഴിഞ്ഞാൽ വിളിക്കത്തേ ഇല്ല, ഒന്നിനായില്ലേ. അതെനിക്ക് നല്ല ദേഷ്യം വരും. ഇടയ്ക്കെങ്കിലും വിളിച്ചൊന്ന് കാര്യം പറയണം എന്നുള്ള കാര്യത്തിൽ. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ പറഞ്ഞ ചിട്ട. ഇപ്പോൾ ഞങ്ങൾക്ക് രണ്ട് രീതിയിലാണ്. ഇവിടെ ഭയങ്കര ചിട്ടയാണ്, ഞാനും ഭയങ്കര ചിട്ടയാണ്. പക്ഷെ ഞാൻ എന്തെങ്കിലും സാധനം മാറ്റി വെച്ച് കഴിഞ്ഞാൽ എന്നെ ഭൂലോകം തന്നെ വിളിക്കും. എനിക്കെന്ന് പറയാം, അത് ഞാൻ അവിടെ വെച്ച് കഴിഞ്ഞാൽ, പക്ഷെ അവൾ മാറ്റിക്കുന്ന കുഴപ്പമൊന്നുമില്ല, അങ്ങനെയില്ലേ. അപ്പം ഇവൾക്ക് എന്തുമാവാം, എനിക്കൊന്നും ആവാം ഉള്ളത്. 2 3 പേരെന്താ പറയുക, എന്തെങ്കിലും പറയട്ടെ. ഇല്ലടാ, മൂന്നാമത് നിന്റെ കാര്യം ആലോചിച്ചില്ല, കേട്ടല്ലേ. 3 സമയം. ഈ പറഞ്ഞ സമയത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കാറില്ല. പക്ഷെ കൃത്യനിഷ്ഠയുടെ കാര്യത്തിൽ ഞാൻ ഭയങ്കര ബാക്കിലോട്ടാണ്. പക്ഷെ ഇവർ ഭയങ്കര കൃത്യമാണ്. പക്ഷേ എനിക്കൊരു സ്ഥലത്ത് പോകാൻ വേണ്ടി ഇവർ പറഞ്ഞു കഴിഞ്ഞാൽ അത് കൃത്യനിഷ്ഠ ഇറങ്ങില്ല. അവളുടെ കാര്യത്തിൽ നമ്മൾ ഭയങ്കര കൃത്യനിഷ്ഠയാണ്. കേട്ടോ ഇത് ഇപ്പോഴല്ല, ഇത് ഞങ്ങൾ ഓൺ എയർ വിടുന്ന സമയത്ത് ഇത് കേൾക്കണം. യെസ്, അപ്പോൾ നമ്മുടെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ടാസ്കിൽ പാർവതിയെ പറ്റി വളരെയധികം, ഇങ്ങനെയൊക്കെയാണോ പാർവതി? വളരെ മോശം, ഇത്രയും മോശമായിട്ടുള്ള ഒരാളാണെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്റെ ഭർത്താവിന്റെ സ്ട്രെങ്ത് ഏറ്റവും കൂടുതൽ ഞാൻ അറിഞ്ഞു തിന്നോട്ട്. ഇതൊക്കെ കണ്ട് നമ്മുടെ ഈ യൂട്യൂബിലെ എപ്പിസോഡ് കണ്ട് ഇതിന്റെ താഴത്ത് പാർവതി കമന്റ് ചെയ്യണം. ഓക്കെ, ഇതൊക്കെ പച്ചക്കള്ളമാണെന്ന് വേണമെങ്കിൽ സ്ഥാപിക്കാം. വീഡിയോ കമന്റ് ചെയ്തിട്ട് വരാം. കുറ്റങ്ങളല്ലേ എന്തൊക്കെയാ. ഓക്കെ, ഫൈൻ. സോ എന്തായാലും ഒരുപാട് സന്തോഷം. നമ്മുടെ ഈ എപ്പിസോഡ് ഏകദേശം അതിന്റെ പേര് സമയമായിരിക്കും. ഒരു ഓൾമോസ്റ്റ് 1 അവറിന് മോള് നമ്മളിപ്പോൾ ചാറ്റ് ചെയ്തു. സോ ഐ എം സോ ഹാപ്പി. ഭയങ്കര എനർജറ്റിക് ആയിരുന്നു. ഇതുപോലെ തന്നെ ഇത് പയ്യൻ പതുക്കെ വയലന്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. പയ്യൻ ഇനി ഫോർക്കെടുത്ത് എന്റെ കണ്ണിൽ കുടുന്നതിന് മുമ്പ് കൊലപാതകയാക്കി മായ്ച്ചോളം നിൽക്കും. ചവിട്ടുന്നാ എന്റെ അമ്മേ. ശരി, ഞാൻ പോട്ടെ. സോ എന്തായാലും പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യാണ്. അതിനു മുമ്പ് നമ്മുടെ പ്രേക്ഷകരോട് പാർവതി, ബാലു. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ബിഹൈൻഡ് ദ വുഡ്സ് എന്ന പ്ലാറ്റ്ഫോമിൽ ഞങ്ങൾ ആദ്യമായിട്ട് ഞങ്ങൾ 3 പേരും കൂടെ ഒരു ഇൻ്റർവ്യൂ കൊടുക്കുന്നത്. സോ ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്തതിന് ഭയങ്കര സന്തോഷം. സമയം പോയത് അറിഞ്ഞില്ല. ഇറ്റ് വാസ് വെരി മച്ച് ഹാപ്പി വർക്കിംഗ് വിത്ത് യു ഗൈസ് ഓൾ. അപ്പോൾ എന്തായാലും ഇപ്പോൾ തന്നെ ബിഹൈൻഡ് ദ വുഡ്സ് അറിയാത്തതായിട്ട് ആരുമില്ല. അപ്പോൾ ഇത് ഭയങ്കര 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 വേൾഡ് വൈഡ് നമ്പർ 1 മാറട്ടെ എന്ന് ഓക്കെ, ഞാനും ഭയങ്കര ഹാപ്പിയാണ്. അതായത് അച്ചുകുട്ടൻ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ വരുമ്പം അത് നല്ലൊരു പ്ലാറ്റ്ഫോമിൽ ആദ്യമായിട്ട് വരണം എന്നെനിക്കുണ്ടായിരുന്നു. ആൻഡ് ഐ ആം സോ ഹാപ്പി ദാറ്റ് അത് ബിഹൈൻഡ് വുഡ്സ് ആണെന്നുള്ളത്. കാരണം കുറേ നാളായിട്ട് നമ്മൾ ഇതുപോലെ ഇൻ്റർവ്യൂ തരണം എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഞങ്ങൾ ഇങ്ങനെ കുറച്ച് ബാക്കിലോട്ട് വലിഞ്ഞു നിൽക്കുകയാണ്. ബട്ട്
അറ്റ് ലാസ്റ്റ് നമ്മൾ ആ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിരിക്കുകയാണ്. അത് ബിഹൈൻഡ് വുഡ്സിൻ്റെ കൂടെ ആയതിൽ ഭയങ്കര ഹാപ്പിയാണ്. മറ്റൊന്നും കൊണ്ടല്ല, നിങ്ങളൊരു സ്റ്റാൻഡേർഡ് എപ്പോഴും കീപ്പ് ചെയ്യാറുണ്ട്. അത് പല ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിലും ഞങ്ങൾ കൊടുക്കാത്തതിൻ്റെ വൺ ഓഫ് ദ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇതിപ്പം ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഏറ്റവും വലിയൊരു കടമയാണ് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആരാണെങ്കിലും അവരെ ഹാപ്പി ആയിട്ട് വിടുക എന്നുള്ളത്. അറ്റ് ദ എൻഡ് ഓഫ് ദ ഷോ അത് ഹാപ്പി അല്ലെങ്കിൽ അത് ശരിക്കും ആങ്കറിൻ്റെ ഒരു എന്താണ് കഴിവുകേടാണെന്ന് തന്നെ നമുക്ക് പറയാം. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഐ മീൻ യു ഡിഡ് എ ഗ്രേറ്റ് ജോബ്. കാരണം വി വേർ സോ ഹാപ്പി നമ്മൾ ഈ ഒരു ഇന്റർവ്യൂവിന്റെ ഹോൾ ടൈം. അല്ല അത് നിങ്ങൾക്കും ഫീൽ ചെയ്തിട്ടുണ്ടോ ഞങ്ങൾ എത്രത്തോളം കംഫർട്ടബിൾ ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പൊ നമ്മുടെ ഓപ്പോസിറ്റ് സൈഡുള്ള ആൾ അതുപോലെ നമുക്ക് പോസിറ്റീവ് നേരം നമുക്ക് ആൻഡ് അതുപോലെ തന്നെ ഇതുവരെ ഞങ്ങൾക്കും എൻ്റെ അച്ചുപെട്ടനും കൊടുത്തിരിക്കുന്ന സ്നേഹം അതുപോലെ തന്നെ ഇനി അങ്ങോട്ടും ഉണ്ടാവണം. അപ്പോൾ എൻ്റെ 1-2 പടങ്ങളൊക്കെ ഇപ്പം ഇനി ഇറങ്ങാനുണ്ട്. ഗിർ എന്ന് പറഞ്ഞൊരു പടം, അതുപോലെ ഞാൻ 2 പടം ഡബ് ചെയ്തു. അപ്പം അത് 2 ഇറങ്ങാനുണ്ട്. അപ്പം എല്ലാത്തിലും ഗിറിനെ പറ്റിയിട്ട് അറിയാൻ എല്ലാവർക്കും ഒരു ആകാംക്ഷ ഉണ്ടായിരിക്കും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കഥയുടെ ഒരു പ്ലോട്ട് അറിഞ്ഞപ്പോൾ നമുക്കൊരു വെറൈറ്റി ആയിട്ട് തോന്നി. പിന്നെ ഒരു കാര്യം ആലോചിച്ചത്, ഇങ്ങനെ ഒരാൾ പുലിയ സിംഹം ആ കൂട്ടിന് അതിനകത്തായിട്ട് വീഴുന്നു, ഇത് വെച്ച് എങ്ങനെ കഥ പോകുന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. സോ അത് ത്രൂ ഔട്ട് ആ ഒരു സൂല് നടക്കുന്ന ഒരു കഥയാണ്. എന്താണ് പാർവതിയുടെ റോളും കാര്യങ്ങളൊക്കെ അതിനകത്ത്? എൻ്റെ ഒരു ക്യാരക്ടർ റോളാണ്, ഒരു റിപ്പോർട്ടർ ക്യാരക്ടറാണ്. പക്ഷേ കുറച്ച് പ്രൊമിനൻസ് ഉള്ള ഒരു റിപ്പോർട്ടർ ക്യാരക്ടറാണ്. ഞാനും രമേശ് പിഷാരടിയും കൂടെ ഓപ്പോസിറ്റ് വരുന്നത്, 2 ചാനൽ ഓപ്പോസിറ്റ് വരുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പം എൻ്റെ ഒരു ഏറ്റവും വലിയ ബ്ലെസ്സിംഗ് എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയൊരു ക്രൂവിൻ്റെ കൂടെ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. പിന്നെ ഇതുപോലെ തന്നെ എന്തെങ്കിലും പെർഫോമൻസ് ലെവലുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ എപ്പോഴും ക്യാരക്ടറിന് വേണ്ടിയിട്ട് ഞാൻ ചൂസ് ചെയ്യാറുള്ളൂ. അപ്പം അത് വെച്ച് നോക്കുമ്പോൾ എനിക്കിത് കുറച്ചുകൂടെ സ്ക്രീൻ പ്രസൻസ് ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എഡിറ്റ് ചെയ്ത് വരുമ്പോൾ എനിക്കറിയത്തില്ല എന്തോരം ഉണ്ടാവുന്നു. ഞാൻ ചെയ്തത് വെച്ച് ആലോചിക്കുമ്പോൾ ഞാൻ കുറച്ചധികം ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതാണ് ഗിറിൻ്റെ വിശേഷം. പിന്നെ ഈ പറയുന്ന പോലെ ഞാൻ ഇപ്പോൾ ഒരു സീരീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മനു അശോകൻ്റെ മനുചേട്ടൻ്റെ ഐസ് എന്ന് പറഞ്ഞിട്ടൊരു സീരീസ്. ഇപ്പൊ അതിന്റെ ഷൂട്ടിലാണ്. ഇനി നിന്നാൽ എന്റെ മേക്കപ്പിന്റെ പല പാച്ചസും പല മാർക്കുകളും. സോ എനിവേ യു ഗൈസ് ആർ ഓസം. എനിവേ താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം ഇത്രയും തിരക്കിനിടയിൽ നമുക്ക് വേണ്ടി കുറച്ച് സമയം സ്പെൻഡ് ചെയ്തതിൽ. ഓക്കെ ഗൈസ്, താങ്ക് യു. ഗ്രാജുവേഷൻ കഴിഞ്ഞാൽ ഒരു ജോലി, അതാണോ നിങ്ങളുടെ നെക്സ്റ്റ് സ്റ്റെപ്പ്? അക്കൗണ്ടിംഗ്, ബാങ്കിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് മേഖലകളിൽ ഒരു നല്ല ജോലി നേടാം ഫിൻബ്രൂവിനൊപ്പം.